ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിലായിട്ട് പടി വെക്കുന്നത് എങ്ങനെയെന്നുള്ള ഒരു വളരെ ചെറിയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതായത് നമ്മൾ ഹുക്കൊക്കെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഓപ്പണിംഗ് കൊടുക്കും, ഇവിടം തൊട്ട് ഇവിടം വരെയൊക്കെ കൊടുക്കുന്ന ഒരു ഓപ്പണിംഗ്. ഓക്കെ, സിബ്ബല്ല വെക്കുന്നത്, ഹുക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് എന്നാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ ഫ്രോക്കിൻ്റെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വീഡിയോസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ വരുന്ന ഒരു ചെറിയ പോർഷനാണിത്. നമ്മളൊരു ഫ്ലവർ കട്ട് ഫ്രോക്കിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഓപ്പണിംഗ് കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്ലവർ കട്ട് എന്ന് പറയുമ്പോൾ ഫ്രോക്കിൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് പൊതുവേ അറിയാമായിരിക്കും. ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിലൊക്കെ ഇട്ടിട്ടുണ്ട്. വളരെയധികം വിടർന്ന് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഫ്രോക്കാണ്. സ്കേർട്ട് പോർഷനിൽ ഒറ്റ കട്ടിങ് പോലും വരാത്ത, ഒരു സ്റ്റിച്ച് പോലും വരാത്ത ഫ്രോക്കാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉടൻ തന്നെ, നമ്മൾ ചുരിദാറിൻ്റെ ഓൺലൈൻ ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് ഒത്തിരി അധികം ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രോക്കിൻ്റേത് കൂടി വേണം എന്ന് പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തു. ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഫ്രോക്കിൻ്റെ ക്ലാസ്സും ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ വീഡിയോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പീസിലാണ് നമുക്ക് ഓപ്പണിംഗ് വേണ്ടത്. ഒരു 3 ഇഞ്ച് ഒക്കെയാണ് നമുക്ക് നോർമലി വേണ്ടത്. ഓക്കെ, ഇത്രയും ലെങ്തിലൊക്കെയാണ് നമുക്കൊരു ഓപ്പണിംഗ് കൊടുക്കുന്നത്. ഒത്തിരി കൊടുക്കില്ല, നമ്മൾ ഹുക്കല്ലേ വെക്കുന്നത്, അതുകൊണ്ട് 2.5-3 ഇഞ്ചൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്നും കട്ട് ചെയ്ത് ആ കട്ട് പീസ് തന്നെ എടുക്കാം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്ലാക്ക് കളറുള്ള ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്തും വിട്ടും ഒന്ന് ഞാൻ പറയാം. ഇത് ഏകദേശം 4.5 ഇഞ്ച് വീതി വരുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത് വന്നിട്ട് ഒരു 5 ഇഞ്ച് ലെങ്തും വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ കൃത്യം സെൻറ്റർ ഭാഗം, ഇത് തുണി ഇങ്ങനെയൊന്ന് മടക്കി കൃത്യം സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യുക. ഇതാണ് സെൻറ്റർ പോർഷനായിട്ട് വരുന്നത്. ഇവിടെ നമ്മളൊരു 3 ഇഞ്ച് ലെങ്തിൽ ഇങ്ങനെ ഇത്രയും നമ്മളിതൊന്ന് വരച്ചെടുക്കുക. ഇത്രയുമാണ് നമുക്ക് ഓപ്പണിംഗ് വേണ്ടത്. ഓക്കെ, ഇത്രയുമാണ് ഓപ്പണിംഗ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൃത്യം സെൻറ്റർ പോർഷനിൽ കൂടി നമ്മളിത് ഇങ്ങനെ വരച്ചിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. ഇനിയും ഇവിടെ നിന്നും ഇതിൽ നിന്നും ഒരു പോയിൻ്റ് ഗ്യാപ്പിൽ, ഓക്കെ, അതായത് ഇതാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലൈനിൻ്റെ പോയിൻ്റ്. അപ്പോൾ ഇവിടെ അടുത്ത പോയിൻ്റ് തൊട്ടടുത്തായിട്ട് ആ ഒരു പോയിൻ്റ് ഗ്യാപ്പിൽ നമ്മൾ ഒരു ലൈൻ കൂടി വരയ്ക്കുക. ഈ ലൈനിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു പോയിൻ്റ് ഗ്യാപ്പിൽ, ഇല്ലെങ്കിൽ ഇപ്പോൾ വരയ്ക്കണം, തയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ വരയ്ക്കണം എന്നില്ല, കാരണം ഇത് നമ്മുടെ സെൻറ്ററിലുണ്ട്. അപ്പം ഈ ലൈനിൽ കൂടി തയ്ക്കുക. ഇങ്ങനെ വരച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ഇച്ചിരി എക്സ്പെർട്ടായ ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക്, കാരണം ഈ ലൈനിൻ്റെ തൊട്ടടുത്ത പോയിന്റിൽ കൂടി സ്റ്റിച്ച് ചെയ്താൽ മതിയല്ലോ. എന്നിട്ട് താഴേക്ക് വന്നിട്ട് ഒരല്പം ഒരു പോയിൻ്റ് താഴെ കൂടി ഇറങ്ങി, ഓക്കെ, ഇങ്ങനെ ഇറങ്ങി, എന്നിട്ട് വീണ്ടും ഈ ലൈനിൽ കൂടി ഈ ലൈനിൻ്റെ തൊട്ടടുത്ത ഒരു പോയിന്റിൽ കൂടി ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഈ വരച്ച ഈ ലൈനിൻ്റെ, ഈ സെൻറ്ററിൽ വരച്ച ഈ ലൈനിൻ്റെ ചുറ്റും 3 ഭാഗത്ത് നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട് അല്ലേ. ഈ ലൈനിൽ കൂടി വേണം നമ്മളപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ. മനസ്സിലായല്ലോ. ഇതുവഴി ഇങ്ങനെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ ഈ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. ഈ ക്ലോത്തിൻ്റെയും സെൻറ്റർ പോർഷൻ ഇതുപോലെ തന്നെ കൃത്യം സെൻറ്റർ എവിടെയാണ് കണ്ടോ, ഇവിടെ ഒരു മടക്കുണ്ട്. കൃത്യമായിട്ട് ആ സെൻറ്റർ ഭാഗത്ത് തന്നെ വേണം ഈ ക്ലോത്തും വയ്ക്കാനായിട്ട്. കൃത്യമായിട്ട് ആ സെൻറ്റർ പോർഷൻ ഇങ്ങനെ ഒന്ന് മെൻഷൻ ചെയ്യുക. കണ്ടോ, ഇതാണ് അതിൻ്റെ സെൻറ്റർ വരുന്നത്. തുണിയുടെ നല്ല ഭാഗത്തായിട്ട് ഈ ക്ലോത്ത് കണ്ടോ, ഈ ക്ലോത്തിൻ്റെ നമ്മളിവിടെ സെൻറ്റർ മാർക്ക് ചെയ്തല്ലോ, അതും ഈ സെൻറ്ററും ഒരുപോലെ കൃത്യം മീതെ വരത്തക്ക രീതിയിൽ വേണം ക്ലോത്ത് ഇങ്ങനെ വെക്കാനായിട്ട്. ഇങ്ങനെ മെയിൻ ക്ലോത്തുമായി സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ ക്ലോത്ത്, ഓക്കെ, നമ്മുടെ ഈ പീസിൻ്റെ ബാക്കി 3 സൈഡും ഇങ്ങനെ 2ആയിട്ട് മടക്കി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ ഇതിൽ വെച്ച് തയ്ക്കാനായിട്ട്. കേട്ടോ, ഈ പീസിൻ്റെ ഈ 2 സൈഡും താഴത്തെ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇത് കൃത്യം ഈ സെൻറ്ററിൽ വരച്ച ഈ ലൈനും ഇതിൻ്റെ സെൻറ്ററും കൂടി ഒന്നിച്ച് വരത്തക്ക വിധത്തിൽ ഇങ്ങനെ വെക്കുക. അതിവിടെയും കറക്റ്റാണോ എന്ന് നോക്കുക. ഈ ഭാഗത്തെ സെൻറ്ററിലും ആ സെൻറ്റർ ലൈൻ തന്നെയാണോ വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കൃത്യമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ 2 സൈഡിലും ഓരോ മുട്ടുസൂചി കുത്തി കൊടുക്കാം. അപ്പം മുട്ടുസൂചി കുത്തിയില്ലെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ഇത് ഡയറക്റ്റ് വെച്ച് മെഷീനിൽ വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മുടെ തയ്യൽ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു പോകുന്നത്. കാരണം ബിഗിനേഴ്സിനെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് നമ്മുടേത്. അപ്പോൾ
നന്നായിട്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകളെല്ലാം. ചുരിദാറിൻ്റെ ക്ലാസ് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത് ആവശ്യമില്ലാത്തവരിത് ചെയ്യണം എന്നില്ല, അറിയാവുന്നവരിങ്ങനെ ചെയ്യണം എന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ കൃത്യമായിട്ട് ആ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. നടുക്കിലത്തെ ഈ വര അങ്ങനെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ ഇത് ആ ലൈനിൻ്റെ എൻഡായി. ഓക്കെ, അപ്പോൾ സൂചി താഴെ ആയിരിക്കണം. കുത്തി നിർത്തിയിട്ട് മെല്ലെ ഫുട്ട് ഉയർത്തിയിട്ട് ഇതുപോലെ ക്ലോത്ത് ദേ ഇങ്ങനെ തിരിക്കുക. എന്നിട്ട് ഇങ്ങോട്ടേക്ക് ഒരു 2-3 പോയിൻ്റേ ഉള്ളൂ തയ്ക്കാൻ. ഓക്കെ, കൃത്യമായിട്ട് അത്രയും തയ്ച്ചു. വീണ്ടും ഇതുപോലെ തന്നെ സൂചി ഉള്ളിലായിരിക്കണം, അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, എന്നിട്ട് ഈ ലൈനിൽ കൂടി ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരും. അപ്പോൾ നമുക്കിനി മുട്ട സൂചി ഊരിയെടുക്കാം കേട്ടോ. അതായത് നിങ്ങൾക്ക് സ്റ്റിച്ച് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ വൈറ്റ് കളറിലുള്ള നൂലിട്ടാണ് തയ്ച്ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഈ സെൻറ്റർ പോർഷനില്ലേ, ഈ സെൻറ്റർ ലൈൻ കട്ട് ചെയ്യുക. ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം, നമ്മുടെ സ്റ്റിച്ചിങ്ങിലൊന്നും കൊള്ളാതെ. കാരണം വലിയ വ്യത്യാസം ഇല്ലല്ലോ, അതുകൊണ്ട് കൃത്യമായിട്ട് കണ്ടോ താഴത്തെ ആ സ്റ്റിച്ച് ദേ ആ ഒരു പോയിന്റിൽ നിർത്തി നമ്മുടെ കട്ടിങ് നിർത്തുക. മനസ്സിലായല്ലോ? കണ്ടോ, നമ്മളിത് ഇവിടം വരെ ഈ എൻഡ് വരെ കൃത്യമായിട്ട് ഈ സ്റ്റിച്ചിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു പോയിന്റ് മുമ്പായിട്ട് നിർത്തുക. അതിനുശേഷം ദേ ഈ കോർണർ ഉണ്ടല്ലോ, ഈ കോർണറിലേക്കും ചെറിയ ഒരു കട്ടിങ്. ഓക്കെ, ഇതിൽ കൊള്ളരുത്, സ്റ്റിച്ചിൽ കൊള്ളരുത്. നമ്മൾ തിരിച്ച് റിവേഴ്സ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഈ കോർണറിലേക്കും സ്റ്റിച്ചിൽ കൊള്ളാതെ കൃത്യമായിട്ട് ദേ കണ്ടോ ഈ 2 സൈഡിലേക്കും ഇതുപോലെ ഒരു കുഞ്ഞു കട്ടിങ് കൊടുക്കുക. ഇനി നമുക്കിത് റിവേഴ്സ് ചെയ്തെടുക്കാം. നമ്മളിതേ ബാക്കിലേക്ക് റിവേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അതേ ഇങ്ങനെയാണ് ഈ ബാക്ക് ഭാഗം ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ക്ലോത്തിൽ നിന്ന് ഇങ്ങനെ നൂല് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഓൾറെഡി നമ്മൾ ആദ്യം മടക്കി തയ്ക്കാൻ പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ മടക്കി വെച്ചത് ഈ ഭാഗം ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഉള്ളിലേക്ക് പിടിച്ച് വെച്ച് ഒന്ന് അയൺ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ കയ്യിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ക്ലോത്തൊക്കെ ആണെങ്കിൽ ഒന്ന് അയൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് ഈ മുകൾ ഭാഗത്തു കൂടി, അതായത് ഇതിങ്ങനെ കൃത്യമായിട്ട് ബാക്കിലേക്ക് പിടിച്ചു വെക്കുക. എന്നിട്ട് ഇതിനോട് ക്ലോസ് ആയിട്ട് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഇത്ര അകലാൻ പാടില്ല കേട്ടോ. ഈ വരയ്ക്കുമ്പോൾ ഇങ്ങോട്ട് നീങ്ങിപ്പോയതാണ്. വളരെ ക്ലോസ് ആയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതിനോട് ചേർത്ത് ഈ പോർഷനിൽ ഇങ്ങനെ ഇവിടെ കൂടി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതിന് നല്ല വശത്തു കൂടി നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പതിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതിങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ കഴുത്ത് ഇവിടെ പൈപ്പിംഗ് കൊടുത്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ ഹുക്ക് പിടിപ്പിച്ചാൽ മതി. ഹുക്ക് നമ്മൾ കൈ കൊണ്ടാണ് തുന്നി പിടിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാക്കിൽ ഓപ്പണിംഗ് കൊടുക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.